അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ പാലക്കാടാണ് ട്ടോ ഉള്ളത്. നമ്മൾ പാലക്കാട് നിന്ന് ആലത്തൂർ മാട്ടുമലക്ക് കല്യാണത്തിന് പോവാണ് ട്ടോ. അപ്പോൾ കല്യാണ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞു തരാം ട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ കല്യാണത്തിന് എത്തിയിട്ടുണ്ട്. കല്യാണ ഹോളിലാണ് ട്ടോ നടക്കുന്നത്. കല്യാണം തലേ ദിവസത്തെ കല്യാണമാണ് ട്ടോ. അവിടെ മൈലാഞ്ചി കല്യാണമാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും തലേ ദിവസം തന്നെ കല്യാണത്തിന് എത്തിയിട്ടുണ്ട് ട്ടോ. അപ്പോൾ അത് എൻ്റെ ബന്ധുവീടാണ് ട്ടോ അത് കല്യാണത്തിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് അവിടെ നമ്മളൊരു ഹോളിലാണ് കല്യാണം. എല്ലാ ചടങ്ങൊക്കെ ഹോളിൽ തന്നെയാണ് ട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ കല്യാണത്തിന് തലേ ദിവസത്തെ കല്യാണത്തിന് എത്തിയവരാണ് ട്ടോ. ഇത് മൈലാഞ്ചി കല്യാണത്തിന് എത്തിയ ആളുകളാണ് ട്ടോ ഇതൊക്കെ. അപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ കല്യാണത്തിന്. അപ്പോൾ ഇവിടുത്തെ ഫാമിലിയൊക്കെയാണ് കേട്ടോ ഇത്. ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. തലേ ദിവസമാണ് നമുക്കിവിടെ കല്യാണം. പിന്നെ നാളത്തെ കല്യാണം വേറെയാണ് കേട്ടോ. കല്യാണ ദിവസം വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ നമ്മൾ മണവാട്ടിക്ക് നമ്മൾ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മോൾട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ കാണാൻ കേട്ടോ. ഇവിടെ മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൈലാഞ്ചി കല്യാണം നമുക്കൊന്ന് കണ്ടു നോക്കട്ടോ എങ്ങനെയാണ് ഇവിടുത്തെ മൈലാഞ്ചി കല്യാണം നടക്കുന്നതെന്ന്. അപ്പോൾ ഇതാ ഞാനും മോൾട്ടൊക്കെ ഇവിടുത്തെ മൈലാഞ്ചി കല്യാണം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ പെണ്ണും ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ. അപ്പോൾ ഇതാ മൈലാഞ്ചി ഇടേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. ഈ മൈലാഞ്ചി ഇടാൻ ഇവിടെ എന്തൊക്കെ വെച്ചിട്ടുള്ളത്. വെറ്റിലുണ്ട്, പിന്നെ റോജാപ്പാക്കുണ്ട്, പഴമുണ്ട്, പിന്നെ നമ്മൾ മധുരം കൊടുക്കാനുള്ള സാധനമാണ് കേട്ടോ അത്. അപ്പം മധുരം കൊടുക്കുന്നത് ഉറുമാമ്പഴമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വീട്ടുകാരും ഇവിടുത്തെ ബന്ധുക്കളും എല്ലാവരും ഈ മധുരം കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ മധുരം കൊടുക്കുന്ന സമയത്താണ് ഇവിടെ സ്വർണ്ണം ഇട്ട് കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. സ്വർണ്ണം ഇടുന്നോലൊക്കെ ഈ സമയത്താണ് കേട്ടോ സ്വർണ്ണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതവിടെ വെറ്റിലയിലാണ് കേട്ടോ മൈലാഞ്ചി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ വെറ്റില വെച്ച് മൈലാഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി അടുത്തത് മധുരം കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കല്യാണത്തിന് വരുന്നവരൊക്കെ മധുരം കൊടുക്കും കേട്ടോ. എല്ലാവരും ഇങ്ങനെ മധുരം നമ്മളെ ബന്ധുക്കാരും എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ മധുരം കൊടുക്കും കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു മൈലാഞ്ചി കല്യാണത്തിൻ്റെ നല്ല രസമുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനും ഒക്കെ മധുരം കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് മോൾട്ടിന് മധുരം കൊടുക്കലാണ് കേട്ടോ. മോൾട്ടിക്ക് ഇത് അറിയില്ല, അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മോൾട്ടി ഇതാ വെള്ളത്തിലൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് തന്നെയാണ് കേട്ടോ മൈലാഞ്ചി വെച്ച് കൊടുക്കുന്നത്. ഇത് എല്ലാവരും ഇങ്ങനെ മധുരം കൊടുക്കുമ്പോൾ ഓൾക്ക് ഇത് കൂടുതൽ കഴിച്ചിട്ട് ഇത് മതിയാവും കേട്ടോ. അങ്ങനത്തെ മോൾട്ടിട്ട് അത് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടോ. അത് പെണ്ണിൻ്റെ മൂത്തമ്മയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഇങ്ങനെ സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. മൈലാഞ്ചി കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രിയിലാണ് കേട്ടോ അതൊക്കെ ഈ ചടങ്ങൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കല്യാണം ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും നമ്മളവിടെ ഒന്നും ഇല്ലല്ലോ. ഇതാണ് കേട്ടോ പെണ്ണിൻ്റെ ഉമ്മ. അപ്പോൾ അടുത്തത് പെണ്ണിൻ്റെ ഉമ്മാൻ്റെ സ്വർണ്ണിടലും മധുരം കൊടുക്കലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ കല്യാണമൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു രസമുണ്ട് കേട്ടോ ഇവിടുത്തെ കല്യാണമൊക്കെ കണ്ടിരിക്കാൻ. അപ്പോൾ നമ്മളെല്ലാവരും കല്യാണത്തിന് പോയിട്ടുണ്ട് കേട്ടോ. അതവന് ഉമ്മയാണ് കേട്ടോ അടുത്തത് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. മൈലാഞ്ചി നമ്മളിതാ ഒരു വെറ്റില വെച്ചിട്ട് അതിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. ഇവിടെ നല്ല ഗാനമേളയും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൂടെ. അടുത്ത് ഇത്താത്തയാണ് കേട്ടോ. ഇത്താത്താൻ്റെ വകയാണ് കേട്ടോ മൈലാഞ്ചി ഇട്ട് കൊടുക്കൽ. പിന്നെ ഇതാ ഇവിടുത്തെ ഇക്കാൻ്റെ കുട്ടിയാണ് കേട്ടോ അത് മോള്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടുത്തെ കല്യാണമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കല്യാണ വീഡിയോ ആവും കേട്ടോ. പെണ്ണിൻ്റെ എളാമ പിന്നെ കൂട്ടക്കാരെയൊക്കെയാണ് കേട്ടോ അത്. പിന്നെ ഇതാ നമ്മുടെ ഗാനമേളക്കാരാണ് കേട്ടോ ഇവർ. അങ്ങനെ രാത്രി കല്യാണം നല്ല അടിപൊളിയാണ് കേട്ടോ അവിടെ. എല്ലാവരും നല്ല ആഘോഷത്തിലാണ് കേട്ടോ അവിടെ രാത്രി കല്യാണം നടത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷ കല്യാണങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ. ഇവിടുത്താണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ മൂത്താപ്പയാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ മൂത്താപ്പാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ കല്യാണത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ മൂത്താപ്പാൻ്റെ മധുരം കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ ഉണ്ടോ. ഇനി അടുത്തുള്ള
കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് കേട്ടോ, ഓരോരുത്തരും ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഒരുപാട് ആളുകൾ വെക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് പെണ്ണിൻ്റെ മാമനാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരുപാട് വീഡിയോ എടുത്താൽ നമുക്ക് ലെങ്തി ആയി പോവുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാം കേട്ടോ. ഭക്ഷണം കഴിക്കണ തിരക്കാണ് കേട്ടോ ഇവിടെ. ഇവിടുത്തെ ഭക്ഷണം കഴിക്കലൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ പ്ലേറ്റ് ഒന്നുമല്ല കേട്ടോ. നല്ല വാഴൻ്റെ ഇലയാണ് കേട്ടോ. അതിലാണ് കേട്ടോ ഒരു ഭക്ഷണം വിളമ്പുക. അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാം കേട്ടോ. നല്ല നെയ്ച്ചോറും ചിക്കനൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി അടുത്ത പരിപാടികളാണ് കേട്ടോ. ഇനി എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുക, ഫാമിലി ഫോട്ടോ, അങ്ങനത്തെ ഫോട്ടോസും വീഡിയോസൊക്കെയാണ്. ഇത് നമ്മുടെ പെണ്ണിന് കൊടുക്കേണ്ട ഗിഫ്റ്റാണ് കേട്ടോ ഈ കാറ്. അപ്പോൾ ഞാനും മോൾട്ടി ഇവിടെ നിന്നതാണ് കേട്ടോ. അപ്പോൾ ആ പെണ്ണും ഉമ്മയും ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഇനി ഇതാ പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്ടുകാർ വരാൻ കേട്ടോ ഡ്രസ്സ് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇത് അവിടെ കുറച്ച് വെള്ളമൊക്കെ കലക്കാൻ കേട്ടോ അവർക്ക് വേണ്ടിയിട്ട്. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ വരാൻ കേട്ടോ ഡ്രസ്സ് കൊണ്ട്. കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ് ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് കേട്ടോ. രാത്രി ഡ്രസ്സ് കൊണ്ടുവരവൊക്കെ അങ്ങനെ ഇതാ ഡ്രസ്സ് കൊണ്ട് വരാൻ കേട്ടോ. അത് ഈ ചെക്കൻ്റെ വീട്ടുകാരാണ് കേട്ടോ വരുന്നത്. നല്ല സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ വന്നപ്പോഴൊക്കെ. പിന്നെ അത് നമ്മുടെ കേക്ക് മുറിക്കലും പെണ്ണിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതാ ചെക്കനെ തേടി പോവാൻ കേട്ടോ ചെക്കൻ്റെ വീട്ടിലേക്ക്. ചെക്കനെ ഞങ്ങൾക്ക് തേടി പിടിക്കാം കേട്ടോ. അപ്പം അസിലാനോട് ചോദിക്കുകയാണെങ്കിൽ എവിടുക്കാ പോണേ, ചെക്കനെ കാണാനാണോ ചോദിക്കാൻ കേട്ടോ. അപ്പം നമ്മളിതാ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കല്യാണ ചെക്കൻ്റെ വീട്ടിൽ ചെക്കൻ ഞങ്ങൾ വരുന്നൊരു പ്രതീക്ഷയില്ല കേട്ടോ. ചെക്കനെ തേടി പിടിക്കാമെന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ ഞങ്ങൾ. ഇതാണ് കേട്ടോ കല്യാണ ചെക്കൻ. അപ്പോൾ ചെക്കന് ഞങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു പ്രതീക്ഷയില്ലാതെ ഉണ്ടോ നമ്മൾ ഈ വീട്ടിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ഓരോ വീട്ടിലെത്തുമ്പോൾ അവിടെ ഉള്ള എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം ഏകദേശം ഒരു 3 മണിയൊക്കെ ആവാനായിട്ട് കേട്ടോ പുലർച്ചെ. അപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അങ്ങനെ ആ പെണ്ണും ചെക്കനൊക്കെ അതാ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്ന ആളുകളാണ് കേട്ടോ ഇവർ. അപ്പോൾ പിന്നെ ഇതാ നമ്മൾ പെണ്ണിനെയും ചെക്കനൊക്കെ ഇതാ കണ്ട് ഞങ്ങളെല്ലാവരും ചെക്കനൊക്കെ വീട്ടിൽ വന്ന് ഇനി ഓരുടെ സംസാരങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ, നല്ല സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓരോ ഡാൻസൊക്കെ കളിക്കട്ടെ കേട്ടോ. ഓലെ കൊണ്ട് ഞങ്ങൾ ഡാൻസൊക്കെ കളിപ്പിക്കാം കേട്ടോ ചീനെ. ഏതായാലും ഉറങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ നിങ്ങളൊരു ഡാൻസ് കളിക്കുന്നൊക്കെ കേട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോരോട്. അങ്ങനെ നമ്മളിതാ പോവട്ടെ. നമ്മളിനി അടുത്തത് പോണത് ചായ കുടിക്കാനാണ് കേട്ടോ. ചെക്കനെയും കൂട്ടി ഞങ്ങളിതാ ചായ കുടിക്കാൻ പോവുകയാണേ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിത് രാവിലെ വരെ ഇങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 3:45 ആയിട്ട് കേട്ടോ ഈ ഒരു ടൈം. നമ്മൾ തന്നെ അടുത്തത് ചായ കുടിക്കാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമ്മളിവിടെ ചായ കുടിക്കാൻ വന്നിട്ട് ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട് കേട്ടോ. പുലർച്ചെ 4 മണിയാണ് കേട്ടോ ഈ ടൈം. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടേ അങ്ങനെ ചോദിക്കാം കേട്ടോ. നമ്മൾ ഈ 4 മണിക്കൊന്നും അങ്ങനെ ചായ ഒന്നും കുടിക്കില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് വേണ്ട ചായ, ജ്യൂസ് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ കഴിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും. പിന്നെ ഞങ്ങളുടെ കൂടെ കുറേ ചെക്കന്മാരുണ്ടായതുകൊണ്ട് ഓലിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഒരു നല്ല ഡാൻസിലൊക്കെയാണ് കേട്ടോ. ഒരു നല്ല പാട്ടൊക്കെ വെച്ച് നല്ല സെറ്റൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ മോൾട്ടി ഇതവിടെ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ രാത്രി യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുവരെയായിട്ടും അവൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഫാമിലി ആയിട്ട് ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തത് നമ്മളെ വീട്ടിൽ പോണ പരിപാടികളാണ് കേട്ടോ. പെണ്ണ് ഇല്ല കേട്ടോ, ചെക്കനാണ് കേട്ടോ. ചെക്കൻ്റെ മൂത്തമ്മാനോട് സംസാരിക്കാം കേട്ടോ.
ഇതാ അവിടെ ചെക്കനും പെണ്ണൊക്കെ ഉണ്ട് കേട്ടോ റെഡി ആയിട്ട്. ഇവിടെ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. 24 ഹവറും ഇവിടെ കച്ചവടമുള്ളൊരു കടയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അസ്സലാമു അലൈക്കും.